MG യൂണിവേഴ്സിറ്റി പുതിയ സിലബസ് അനുസരിച്ചുള്ള 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ മലയാളത്തിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ 10 മാർക്കിന് 1 വേർഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചില ചോദ്യ മാതൃകകൾ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഉത്തരക്കടലാസ് എന്ന ചെറുകഥയിലെ ചില ചോദ്യ മാതൃകകൾ. ഉത്തരക്കടലാസ് എന്ന ചെറുകഥ എഴുതിയതാര്? കാരൂർ നീലകണ്ഠപിള്ള. ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് ഹെഡ്മാസ്റ്റർ ഒടുവിലാണ് ചെയ്തത്. എന്താണ് ഹെഡ്മാസ്റ്റർ ചെയ്തത്? പരീക്ഷയുടെ ചുമതലക്കാരനായിരുന്ന സീനിയർ അസിസ്റ്റന്റിനോട് സമാധാനം ചോദിച്ചതാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. വാദ്യാർ കഥകളിലൂടെ അല്ലെങ്കിൽ അധ്യാപക കഥകളിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരനാര്? കാരൂർ നീലകണ്ഠപിള്ള. അടുത്ത ചോദ്യം, കുറച്ചില് ഇത് വെളിയിൽ ആരും അറിയരുത് എന്ന് അഭിപ്രായപ്പെടുന്നതാര്? നിയമസഭയിലെ ഒരു ബഹുമാന്യ മെമ്പറാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത്. അടുത്തത്, ഉത്തരക്കടലാസ് എന്ന ചെറുകഥയുടെ പ്രമേയം എന്ത്? ദരിദ്രനും മിടുക്കനുമായ വാസു എന്ന കുട്ടിയുടെ ഉത്തരക്കടലാസ് കാണാതെ പോകുന്നതാണ് ഇതിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. കാരൂർ നീലകണ്ഠപിള്ളയുടെ പ്രധാന കൃതികളേത്? ഉതുപ്പാൻ്റെ കിണർ, പൂവമ്പഴം, മരപ്പാവകൾ, മോതിരം, ഒരു പിടി മണ്ണ്, മീൻകാരി, മേൽവിലാസം ഇവയാണ് പ്രധാന കൃതികളായിട്ട് വരുന്നത്. കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ ഉത്തരക്കടലാസ് എന്ന കഥയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ചുരുക്കി ഒന്നും കൂടെ പറയാം. അപ്പം നമ്മുടെ വാസുവിൻ്റെ ഉത്തരക്കടലാസ് കാണാതെ പോകുന്നു. അപ്പം വാസുവിൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞ് നമ്മുടെ ഹെഡ് മാസ്റ്റർ ഒന്ന് ചെന്ന് കാണാൻ പറയുന്നുണ്ട്. അങ്ങനെ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് വാസുവിൻ്റെ അച്ഛൻ പോകുന്നു. അപ്പം ഭാഷയുടെ ഉത്തരക്കടലാസ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 13 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശിപായിയെ കൊണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ഹെഡ് മാസ്റ്റർ ഉത്തരക്കടലാസ് തിരക്കുന്നുണ്ട്. ഒരു ഭാഷാ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നമ്മുടെ വാസുവിൻ്റെ ഉത്തരക്കടലാസ് എടുത്തു നൽകണമെന്ന് മടക്കത്തപാലിൽ അയക്കണമെന്നുള്ളൊരു ഉത്തരവ് വരുന്നു. പക്ഷേ അത് നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ അത് അവരും അങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വാസു കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലെത്തുന്നു. അപ്പം 7ാം ക്ലാസ്സിലേക്കുള്ള ക്ലാസ് കയറ്റമൊക്കെ പലർക്കും കിട്ടി. വാസു 6ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്. വാസുവിന് അതിൽ അതിയായ ഒരു സങ്കടമുണ്ട്. പിന്നെ പറയുന്ന കഥയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിയമസഭയിൽ അധ്യാപക ശമ്പളത്തെപ്പറ്റി പ്രസംഗിക്കുന്നതിനിടെ ഒരു മെമ്പർ ഇങ്ങനെ പറയുന്നുണ്ട്, വാദ്യാരിൽ നിന്ന് കിട്ടാനുള്ള ചക്രം ഈടാക്കുവാൻ ചായക്കടക്കാരൻ പരീക്ഷാ കടലാസ് വാങ്ങി വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാലത്ത് അധ്യാപകർക്ക് വളരെ കുറച്ച് ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് ഈ പരീക്ഷാ കടലാസ് ഈ ഒരു ചായക്കടക്കാരൻ വാങ്ങി വെക്കുന്നുണ്ട്. സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് ഈ പണയം തിരിച്ചെടുക്കണമെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ പരീക്ഷാഫലം വന്ന് 1.5 മാസം കഴിഞ്ഞതിന് ശേഷമേ ആ കടലാസ് അധ്യാപകൻ തിരിച്ച് വാങ്ങിയുള്ളൂ. പിന്നെ എങ്ങനെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായി എന്ന് മറ്റൊരു മെമ്പർ ചോദിക്കുമ്പോൾ കടലാസ് നോക്കാതെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് ഇത്തരം സംഭവങ്ങളുടെ അടിയിൽ കിടക്കുന്നത് അധ്യാപകരുടെ ശമ്പളമാണ് എന്ന് പറയവേ വേറൊരു മെമ്പർ പറഞ്ഞു, ഇതിലും കുറച്ചിലാണ്, ഇത് വെളിയിൽ ആരും അറിയരുതെന്ന് പറയുന്നു. ഒരു കാലത്ത് അധ്യാപകർക്കുള്ള ശമ്പള കുറവും കൂടിയാണ്, അധ്യാപകർക്കുള്ള മാന്യമായ വേതനം ലഭിക്കാത്തത് കൂടി ഈ കഥയിൽ പറയുന്നുണ്ട്.